ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സുഡൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ സ്ട്രോബെറി പറിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, സ്ട്രോബെറി പറിക്കുന്ന ആ ഒരു സ്ട്രോബെറി ഫാമും അവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ അടങ്ങിയ ചെറിയൊരു വ്ലോഗാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളുടെ അധികം ഫാമിലീസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വരാൻ വേണ്ടിയിട്ട്. എല്ലാ പിള്ളേർക്ക് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 3 o'clock ആകുമ്പോഴത്തേനും പിള്ളേരെ റിസീവ് ചെയ്യാൻ പോകണം. അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ വിളിച്ചൊന്നും ഇല്ലായിരുന്നു, കാരണം ക്ലാസ് ഉള്ളത് കൊണ്ട് അറിയാവുന്നതുകൊണ്ട്. പിന്നെ സുഡുവിന് പിന്നെ 8:30 to 11:30 ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു പ്ലേസിലെത്തി, അവിടെ പാർക്കിംഗ് ഏരിയയിലെത്തി. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയ. നമ്മൾ ഈ ഡോങ്കാസ്റ്റർ പോകുന്നുള്ള ഏരിയയിലാണ് കേട്ടോ ഈ ഒരു സ്ട്രോബെറി ഫാം ഉള്ളത്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ക്ലൈമറ്റ് അത്ര ഓക്കെ ഒന്നും അല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ക്ലൈമറ്റ് അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഫാമിൽ എത്തി കേട്ടോ. പിന്നെ ഈ ഒരു സ്ട്രോബെറി ഫാമിൽ നമ്മൾ ഈ പ്രാവശ്യം പോയതിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. വാണിയുടെ അമ്മയും കൂടിയുണ്ട് ഈ പ്രാവശ്യം സ്ട്രോബെറി പറിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആൻറ്റി ഇപ്പം നാട്ടിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. കാരണം വാണിക്ക് ഇനി ഡെലിവറിക്ക് 2 days കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് വാണീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് അമ്മ വന്നതാണ് കേട്ടോ. അപ്പം അമ്മയെ ഹാപ്പിയായി, ഞങ്ങൾ എല്ലാവരും ഹാപ്പിയായി കേട്ടോ. ഈ സ്ട്രോബെറി ഇങ്ങനെ എന്താ പറയുക, ഈ ഫാമിൽ കയറി ചെന്ന് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സ്ട്രോബെറി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തേ ഇല്ല കേട്ടോ. കാരണം നമ്മുടെ ഈ നാട്ടിലെ കൂർക്കയൊക്കെ പോലെയാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. കൂർക്ക മണ്ണിനടിയിലാണ്, പക്ഷേ ഇത് മണ്ണിനടിയിലല്ല, ഈ ഒരു ചെടിയുടെ ഇടയിലായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സ്ട്രോബെറീസ് ഒക്കെ. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്ട്രോബെറി ഉണ്ടെന്ന് മനസ്സിലാവത്തേ ഇല്ല. നമ്മൾ എന്താ പറയണ്ടേ, ഈ ഇലകളൊക്കെ ഇങ്ങനെ മാറ്റി നോക്കിയാൽ മാത്രം നല്ല ഫ്രഷ് സ്ട്രോബെറി കാണാം കേട്ടോ. സുടുവാണെങ്കിൽ സ്ട്രോബെറി പറിച്ച് അവിടുന്ന് തന്നെ കഴിക്കുന്നതിൻ്റെ ഒരു ആവേശത്തിലായിരുന്നു കേട്ടോ. സുടുങ്ങോട്ടാ തിന്നാൻ വേണ്ടി പോണോ? പിന്നെ നമുക്ക് ഈ സ്ട്രോബെറി എത്ര വേണേലും പറിച്ച് അവിടെ ഇരുന്ന് കഴിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പറിച്ച് കൊണ്ട് വരുന്നതിൻ്റെ മാത്രം അവർ വെയിറ്റ് ചെക്ക് ചെയ്യും. അതിനനുസരിച്ച് ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്താൽ മതി കേട്ടോ. ഹായ് സുജി. സുടേ നോക്കിക്കേ. സുടു കഴിക്കാ, സുടു കഴിക്കേ. കൊള്ളാവോ? കല്യാണത്തിനുള്ള വീഡിയോ നല്ല സൂപ്പർ അടിപൊളി സ്ട്രോബെറീസ് ഒക്കെ പറിച്ച് കൊട്ടയിലാക്കി കേട്ടോ. അങ്ങനെ സ്ട്രോബെറി എല്ലാം പറിച്ച് ഞങ്ങൾ കൊട്ടയിലാക്കി കൊണ്ടുവന്ന് ഇവിടെ വന്ന് പേ ചെയ്തു. പിന്നെ നമ്മൾ നേരെ വന്ന് ഇവരുടെ ഒരു ക്യാൻറ്റീനിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് നമ്മളൊരു 2-3 ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം എല്ലാം കഴിച്ച് അവിടെ ഇങ്ങനെ ചുമ്മാ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. നമ്മളിവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൂഡുവിന് ഒരു ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് സഞ്ജു ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ആ സ്പൂണൊന്ന് വായി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം കൊടുത്തൊന്നുമില്ല കേട്ടോ. ഈ പിള്ളേരുടെ ഒരു കാര്യമല്ലേ, ഈ പിള്ളേരൊക്കെ എങ്ങനെയല്ലേ ഈ ഐസ്ക്രീമിനൊക്കെ എങ്ങനെ എത്ര അഡിക്റ്റ് ആണ്. ഇതുപോലെ എന്താ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വാവോളിക്കുവായിരുന്നു, പിന്നെ നമുക്ക് എന്തെങ്കിലും പണി ഉണ്ടായിരുന്നു അല്ലേ.
അപ്പം ദേ അവിടുന്ന് നമ്മൾ നേരെ സ്ട്രോബെറി പറിക്കലും ഐസ്ക്രീം തീറ്റയും ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. എന്താ പറയണ്ടേ, ഈ സ്ട്രോബെറി പറിക്കാൻ പോകുക എന്നൊക്കെ പറയുന്നത് ഒരു രസമല്ലേ, ചുമ്മാ അങ്ങ് പോകുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ വെയിലൊക്കെ ആകുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്താ പറയണ്ടേ, ആവശ്യത്തെ കൂടുതൽ കഴിച്ചു കേട്ടോ. അവിടെ നമുക്ക് എന്തോരം വേണേലും കഴിക്കാമല്ലോ. അപ്പം നമ്മളല്ലേ സ്ട്രോബെറി അല്ലേ, നമുക്ക് അധികം അങ്ങനെ മടുക്കത്തില്ല. അതുകൊണ്ട് എന്തോരം കഴിച്ചെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.